താരപുത്രികളിൽ യാതൊരു താരജാടയുമില്ലാതെ സിനിമയിൽ നല്ലൊരവസരം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞാറ്റ എന്ന് പ്രേക്ഷകർ സ്നേഹത്തോടെ വിളിക്കുന്ന തേജാലക്ഷ്മി. തേജാലക്ഷ്മിയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് എന്ന് പറയാം. അച്ഛൻ്റെയും അമ്മയുടെയും സഹായമില്ലാതെ ഇപ്പോൾ തനിക്ക് ഒറ്റയ്ക്ക് സിനിമയിൽ വരാനുള്ള സാധ്യതകൾ തുറന്നു കാണാൻ വേണ്ടി കുഞ്ഞാറ്റ ഒരു ആക്ടിംഗ് കോഴ്സിന് പോയിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോഴിതാ അച്ഛനോടൊപ്പം നാട്ടിൽ സുഖമായി ആഘോഷിക്കുകയാണ് എന്ന് പറയാം. മനോജ് കെ ജയനും ഭാര്യയും കുടുംബവുമെല്ലാം ഇപ്പോൾ കേരളത്തിലുണ്ട്. അച്ഛൻ കെ ജയൻ കഴിഞ്ഞ ഏപ്രിലാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഇവർ വിദേശത്തേക്ക് പോയിരുന്നു. അതിനുശേഷം അച്ഛനെ കാണാൻ കുഞ്ഞാറ്റ വിദേശത്തേക്കായിരുന്നു പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ മനോജ് കെ ജയനും ആശയും മക്കളുമെല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിലെ ഇവരുടെ തറവാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛനോടൊപ്പം തറവാട്ടിൽ നിന്നുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും കാണുന്നത്. കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം സിമ്പിളാണ് എന്നും ഒരു താരപുത്രിയുടെയും താരജാടയില്ലാത്തൊരു വ്യക്തിയാണെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടാറുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് കുഞ്ഞാറ്റ എന്ന അക്ഷരാർത്ഥത്തിൽ ഇവരെല്ലാവരും പറയുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെയും പ്രശ്നങ്ങൾ പണ്ട് മുതൽക്കേ തന്നെ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെയും അച്ഛനെയും ഒരുപോലെ കിട്ടി ജീവിച്ച മകളാണ് എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നുണ്ട്. ഉർവശിക്ക് വേണമെന്നുള്ളപ്പോൾ ഉർവശിയുടെ അടുത്ത് കൊണ്ട് നിർത്താമായിരുന്നു കുഞ്ഞാറ്റയെ. അതുപോലെ തന്നെ മനോജ് കെ ജയനും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇവർ അത്തരത്തിൽ ഒരു പ്രശ്നവും അറിഞ്ഞിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉർവശിയും മറ്റൊരു കല്യാണം കഴിച്ചു. അതിലൂടെ ഉർവശിയും ഉർവശിയുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അപ്പോഴും കുഞ്ഞാറ്റ അവിടെ അന്യയല്ല. കുഞ്ഞാറ്റയ്ക്ക് അവിടെ ഒരു സഹോദരനുണ്ടായെന്ന സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഉർവശി മനോജ് കെ ജയനും രണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു. എന്നാലും കുഞ്ഞാറ്റയെ അവർ ഒറ്റയ്ക്കാക്കിയില്ല. ഇപ്പോഴും കൊഞ്ചിക്കാറുണ്ട്, താലോലിക്കാറുണ്ട്, കുഞ്ഞാറ്റ എന്ന് തന്നെ വിളിക്കാറുണ്ട്. കുഞ്ഞാറ്റ കഴിഞ്ഞ ഉർവശിക്കും മനോജ് കെ ജയനും ഇന്നീ ലോകത്ത് ആരുമുള്ളൂ. ഭാര്യയായാലും ഭർത്താവായാലും അവർക്ക് കുഞ്ഞാറ്റ കഴിഞ്ഞ് എന്തുമുള്ളൂ. അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡിവോഴ്സ് ഒരിക്കലും കുഞ്ഞാറ്റയെ ബാധിച്ചിട്ടില്ല. അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നങ്ങളൊന്നും കുഞ്ഞാറ്റയെ ബാധിക്കാതെ തന്നെയാണ് അവർ വളർത്തിയത്. ഉർവശിയുടെ കുറ്റങ്ങൾ പറഞ്ഞ മനോജ് കെ ജയനോ തിരിച്ചും കുറ്റങ്ങൾ പറഞ്ഞ ഉർവശിയോ ഒന്നും കുഞ്ഞാറ്റയെ വളർത്തിയിട്ടില്ല. അതാണ് അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹത്തിന് കാരണം. ദിലീപിൻ്റെ മകൾ മീനാക്ഷി ഇത് കണ്ടുപഠിക്കേണ്ടതാണെന്ന് പലരും പറയാറുണ്ട്. അമ്മയെ എന്ത് ബഹുമാനത്തോടെയാണ് കുഞ്ഞാറ്റ നോക്കുന്നതെന്ന് ഇതിലൂടെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പലപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ നമ്മൾ കാണാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനോജ് കെ ജയൻ്റെ കഴിവാണെന്നും അങ്ങനെ മീനാക്ഷി മഞ്ജു വാര്യർക്കെതിരെ വളരുന്നത് ദിലീപിൽ പറഞ്ഞിട്ടാണെന്നും ദിലീപിൻ്റെ കഴിവുകേടാണെന്നും വരെ പറയുന്നവരുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും മീനാക്ഷിയോടുള്ള സ്നേഹം പ്രേക്ഷകർക്ക് കുറയുന്നില്ല. അതുപോലെ തന്നെ കുഞ്ഞാറ്റയോടുള്ള സ്നേഹം കൂടുന്നുമുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി തന്നെയാണ് കുഞ്ഞാറ്റ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. കാരണം കുഞ്ഞാറ്റ പങ്കുവെക്കുന്ന ഓരോ ചിത്രങ്ങളും നോക്കിയിരുന്ന് അത് വൈറലാക്കാനും വിശേഷങ്ങൾ അറിയാനും ഒക്കെ നിരവധി പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.